ഹലോ, അപ്പം ഇന്ന് ഫ്രൂട്ട്സ് ഡേയുടെ ഭാഗമായിട്ട് ഒരു പോസ്റ്ററായിട്ട് ഉണ്ടാക്കണത്. മിസ് നൈറ്റ് വിളിച്ച് ചോദിച്ചു ഒന്ന് ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന്. അപ്പം രാത്രിയായിട്ട് അത് ഉണ്ടാക്കാനായിട്ട് ഇരുന്നപ്പോൾ തന്നെ ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടയിൽ കിട്ടിയത് ഒരു ബ്ലാക്ക് ചാർട്ടായിട്ടാണ് കിട്ടിയത്. വൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്ലാക്ക് ഇത്രയും പണി കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ആദ്യം ഒരു ആപ്പിളിൻ്റെ ഷേപ്പിൽ അതൊരു ചട്ടക്കടലാസിൽ വെട്ടിയെടുക്കാനായിരുന്നു പ്ലാൻ. അങ്ങനെ ആപ്പിളിൻ്റെ ഷേപ്പ് ആക്കിയപ്പോഴാണ് ബ്ലാക്കല്ലേ വാങ്ങിച്ചത്, റെഡ് അല്ലല്ലോ എന്നുള്ള ബുദ്ധി ഉദിച്ചത്. എനിക്കങ്ങനെയാണ്. ഇടയ്ക്ക് ഇമാതിരി ഓരോ പണികളൊക്കെ ഞാൻ ഒപ്പിക്കും. പക്ഷേ ഉള്ള റെഡ് പേപ്പർ A4 ഷീറ്റ് പോലത്തെ കളർ പേപ്പർ വെച്ച് നോക്കുമ്പോൾ അത് പകുതിയായിട്ട് അത് ഭംഗി ഉണ്ടാവില്ല. ലാസ്റ്റ് ബ്ലാക്ക് തന്നെ വയ്ക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. ബ്ലാക്ക് അതായത് അതിൽ സ്കെച്ച് ഒന്നും ഇതാണ്ടായിരുന്നില്ല. ക്രയോൺസ് ആണെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് മാത്രമേ അതിൽ എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് ബ്ലാക്ക് തന്നെ ഒട്ടിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ വെട്ടിയിട്ട് എന്നിട്ടുണ്ടായി മറ്റേ സൈഡ് തിരിച്ച് പശി ഒട്ടിച്ച്. അല്ലെങ്കിലും അങ്ങനത്തെ അങ്ങനെ തന്നെ വരുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് ഞാൻ ഒപ്പിച്ചിരിക്കും. ലാസ്റ്റ് ഒരു സൈഡ് പൊന്തി നിർത്തി എങ്ങനെയൊക്കെയോ ഞാൻ ആ ആപ്പിളിനെ ഒട്ടിച്ചെടുത്തു കേട്ടോ. ഇതിപ്പോൾ ക്രയോൺസ് കൊണ്ടാട്ടോ ഈ വൈറ്റ് ഇത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കണത്. കാരണം വൈറ്റ് ക്രയോൺസ് മാത്രം ഇതിൽ കാണാണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരു ക്രയോൺസ് കാണാണ്ടായിരുന്നില്ല. ചാർട്ട് പേപ്പറാണെങ്കിൽ ജാമുഖാൻ്റെ കാലത്ത് കടയിൽ ഇരിക്കേണ്ടിയിരുന്ന സാധനം തോന്നുന്നു. ഉള്ള കടയിലത്തെ ചെളിയും ഇതിൻ്റെ ചെളിയും എല്ലാം കൂടി ആ പേപ്പറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഫ്രൂട്ട്സ് വെട്ടിയൊട്ടിക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം അത്. ഒറ്റ ഫ്രൂട്ട്സിൻ്റെ പിക്ചർ എൻ്റെ ഉണ്ടായിരുന്നില്ല. അതും കുത്തിയിരുന്ന് വരയ്ക്കേണ്ട വന്നു. ഏകദേശം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി 12 കേട്ടോ. ഭാഗ്യത്തിന് ഒറ്റയ്ക്കല്ല, ചേട്ടനെ സഹായിച്ച കാരണം ഒരു വിധത്തിൽ വേഗം കഴിഞ്ഞു. ഇല്ലെങ്കിൽ 12:30 പോയിട്ട് അതുപോലെ 2 മണി ആയേനെ. പശ വെച്ച് ഒട്ടിച്ചപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. തെറ്റിപ്പോയി. ബാക്കിലൊരു സൈഡ് കറുത്ത ഭാഗം മൂടി നിൽക്കണണ്ട. പിന്നെ ഞാനതൊന്നും ചെയ്യാൻ പോയില്ല. പറിച്ച് നോക്കാമെന്ന് വെച്ചാൽ ഫുൾ പശയായിരിക്കും. പിന്നെ അതും എഴുതാനോ പിടിക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഉള്ളത് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇതിലേക്കാണ് നമ്മൾ എഴുതണം കേട്ടോ. പിന്നെ എഴുതണ വീഡിയോ അങ്ങനെയൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഫ്രൂട്ട്സിൻ്റെ ഫോട്ടോ വരയ്ക്കാനായിട്ട് ഫോൺ കൊടുത്തത് കാരണം എനിക്ക് അധികം നേരം വരയ്ക്കാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ ഒരു വിധത്തിലൊക്കെ ഔട്ട്ലൈനൊക്കെ വരച്ച്, ഔട്ട്ലൈൻ അതേപോലെ തന്നെ മഞ്ഞ പെൻസിൽ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ കൊടുത്തത്. ക്രയോൺസ് എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഫാബ്രിക് പെയിൻറ്റ് വൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ഇതിൽ എഴുതാൻ പറ്റിയാണ്. പക്ഷേ ഫാബ്രിക് പേരോ എന്തിനൊക്കെ വിളിച്ച് പറയണേ, ഫാബ്രിക് പെയിൻറ്റും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഫ്രൂട്ട് മേക്ക് യു സ്ട്രോങ് എന്നുള്ള ഇതായിരുന്നു അത് എഴുതി. ഇനി ആ സെൻറ്ററിലും സൈഡൊക്കെ ആയിട്ട് ഫ്രൂട്ട്സ് വരച്ച് വെട്ടിച്ചൊട്ടിക്കണം. അപ്പോൾ പിന്നെ ചേട്ടനെ കാണിച്ച ചീത്ത പറയുന്നുള്ളത് കൊണ്ട് ചേട്ടൻ്റെ ഫേസ് ഇതൊന്നും കാണിക്കുന്നില്ല. ഒരു വിധത്തിൽ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വരച്ച് ഈ പരിവാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഉണ്ണികൾ ക്ഷീണിച്ച് തളർന്ന് കിടന്നുറങ്ങി. അപ്പോഴേക്കും ഒരു 11 മണി 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരിങ്ങനെ ഒരു കുഴപ്പമില്ല ഭംഗിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ ഔട്ട്ലൈനായിട്ട് മാർക്കർ കൊണ്ട് വെറുതെ ഒന്നിങ്ങനെ വൈറ്റ് പോലെ കാരണം ഫുൾ ബ്ലാക്ക് ആകുമ്പോൾ എന്തോ ഒരു ഭംഗി കുറവ് പോലെ. അങ്ങനെ ഞങ്ങൾ സൈഡിൽ വൈറ്റ്നർ വെച്ചിട്ടാട്ടോ ഒരു വൈറ്റ് ഇത് കൊടുത്തിക്കണത്. ഇനി അത് വടി ഒട്ടിക്കണ ഒരു ചടങ്ങുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ ഒട്ടണ എത്ര രീതിയിൽ മാറ്റി ഒട്ടിച്ചിട്ട് ഒരു 3 വട്ടം മാറ്റിയിട്ടുണ്ടാവും ഈ വടിയൊന്നും നിൽക്കാനായിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ വടിയൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ മണി 12:30. പിന്നെ അവനെ രാവിലെ ആയപ്പോഴാണ് അവനെ കാണിച്ചു കൊടുത്തത് കേട്ടോ. അവൻ ഉറങ്ങിപ്പോയിണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും അവനൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ അവൻ വടി പിടിച്ച് നടക്കില്ലായിരുന്നു. ഞാൻ വിചാരിച്ചാൽ വടിയൊക്കെ പോരിപ്പറിഞ്ഞ് കയ്യിൽ പോയിരുന്നു. ഭാഗ്യത്തിന് അത് സെറ്റാക്കി കവറിലൊക്കെ ഇട്ട് അവനെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ്. പോസ്റ്റർ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ ഓരോന്ന് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണുമ്പോൾ എന്നോട് ഇതൊക്കെ ഇരുന്ന് ചെയ്തു തരാനൊക്കെ പറയും. അങ്ങനെ ഇതാണ് നമ്മുടെ പോസ്റ്റർ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.